ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ മോഹവുമായി വീട് വിട്ടിറങ്ങിയ ഒരു തൊടുപുഴക്കാരൻ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും മുൻനിരയിൽ അറിയപ്പെടുന്ന നായക നടനായി മാറുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആദ്യകാലങ്ങളിൽ മലയാളത്തിലെ അന്നത്തെ മുൻനിര നടന്മാർ ഉപേക്ഷിക്കുന്ന സിനിമകൾ യാതൊരു മടിയും കൂടാതെ ഏറ്റെടുക്കുന്ന ഒരു ലാസ്റ്റ് ബെഞ്ച് കാറ്റഗറി ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും ആദ്യത്തെ ആളായിരുന്നു ഞാൻ. വളരെ തമാശയായി ഈ വാക്കുകൾ പറഞ്ഞെങ്കിലും അതിൻ്റെ പിന്നിലെ ആസിഫ് അലി എന്ന പ്രതിഭയുടെ അധ്വാനവും കഷ്ടപ്പാടുകളും ചെറുതായിരുന്നില്ല. സപ്ലി എഴുതിയെടുക്കാൻ എന്ന വ്യാജേന വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിൽ ചെറിയൊരു വേഷമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന ഒരൊറ്റ ആഗ്രഹമേ അന്നത്തെ 21കാരനായ ആസിഫ് അലിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പല ഓഡീഷനുകളിൽ നിന്ന് പുറത്താക്കിയപ്പോഴും പരിഹാസ്യനായപ്പോഴുമൊക്കെ തൻ്റെ പരിശ്രമം അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. തൊടുപുഴയിലെ മറവെട്ടിക്കൽ വീട്ടിൽ MB ഷൗക്കത്ത് അലി എന്ന ഹൈലി ഇൻഫ്ലുവൻഷ്യലായിരുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മകനായ ആസിഫ് അലിക്ക് തൻ്റെ വാപ്പയുടെ സഹായം കൊണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് നിൽക്കാതെ സ്വന്തം കഴിവിനെ മാത്രം വിശ്വസിച്ച് തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ആസിഫ് അലിയുടെ നിശ്ചയദാർഢ്യം ഓരോ സിനിമാ പ്രേമികൾക്കും എല്ലാ കാലത്തും ഒരു മാതൃകയാണ്. സിനിമയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടുത്തെ ഒരു ലോക്കൽ ചാനലിൽ ഹോസ്റ്റായും പ്രോഗ്രാം പ്രൊഡ്യൂസറുമായൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. അതിനൊപ്പം കുറച്ച് മോഡലിങ്ങും ആൽബം സോങ്സും ഒക്കെ ചെയ്തിട്ടുമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും മനസ്സിൽ സിനിമ മാത്രമായിരുന്നു. അങ്ങനെ 2009 ആസിഫ് അലിയുടെ സ്വപ്നം നിറവേറി. ശ്യാമപ്രസാദ് ഒരു കൂട്ടം ചെറുപ്പക്കാരെ വെച്ച് സംവിധാനം ചെയ്ത ഋതു എന്ന സിനിമയിൽ സണ്ണി എന്ന കഥാപാത്രം ചെയ്ത ഒരു ചെറുപ്പക്കാരനെ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ്റെ ആ ചിരി നല്ല ഭംഗിയുണ്ടല്ലേ എന്നായിരുന്നു ആസിഫ് അലിക്ക് ആളുകളുടെ ഇടയിലുണ്ടായിരുന്ന ആദ്യത്തെ അംഗീകാരം. പക്ഷേ ശ്യാമപ്രസാദ് പറയുന്നു, 23ഓളം ആളുകൾ പങ്കെടുത്ത ഓഡീഷനിൽ ഒരു കള്ളലക്ഷണം ഉണ്ടായിരുന്നത് ആസിഫിൻ്റെ മുഖത്തായിരുന്നു. ആ കള്ളലക്ഷണമാണ് ആസിഫിനെ സണ്ണിയാക്കി മാറ്റിയത്. സിനിമയിലെ നിലനിൽപ്പിന് വേണ്ടി ആയിരിക്കണം സെലക്റ്റീവ് ആവാതെ ഒരുപാട് സിനിമകൾ വലിച്ചു വാരി ചെയ്തത് തൻ്റെ കരിയറിൽ ചെറിയ തോതിലെങ്കിലും ഒരു ഡൗൺഫോൾ ഉണ്ടാകാൻ കാരണമായെങ്കിലും അന്നത്തെ കാലത്ത് അദ്ദേഹം ചെയ്ത സോൾട്ട് ആൻഡ് പെപ്പർ, ട്രാഫിക്, അപൂർവ രാഗങ്ങൾ പോലുള്ള സിനിമകൾ ആസിഫ് അലിയെ എക്കാലത്തും പ്രേക്ഷക മനസ്സിൽ നിലനിർത്തും. ഒരു നടൻ എന്ന നിലയിലും ആസിഫ് അലി ഏറെ മുന്നിലാണ്. പ്രകടനം കൊണ്ട് അദ്ദേഹം നമ്മെ ഞെട്ടിച്ച അപ്പോത്തിക്കിരി, വൈറസ്, ഉയരെ പോലുള്ള സിനിമകൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിൽ ആസിഫ് അലി പ്രതികരിച്ച രീതിയും വളരെ മാതൃകാപരമായിരുന്നു. അപമാനം ഏറ്റുവാങ്ങിയപ്പോഴും മുഖത്തു നിന്നും പുഞ്ചിരി മായാതെ തൻ്റെ സീറ്റിൽ പോയിരുന്ന ആസിഫ് അലിയെ മലയാളികൾ ചേർത്ത് പിടിച്ചു. അങ്ങനെ ചേർത്ത് പിടിച്ച തൻ്റെ പ്രേക്ഷകരോട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരാളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിനായി മാറാൻ പാടില്ല എന്ന സന്ദേശം പറഞ്ഞു കൊടുക്കുന്നതിലൂടെ വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് ഏറെ അടുത്തു കഴിഞ്ഞു അദ്ദേഹം. ഈ അടുത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിവിൻ പോളി പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാണ് ആസിഫ് അലി. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ തനിക്ക് നൽകിയിരിക്കുന്ന സ്ഥാനവും അതിൻ്റെ ഉത്തരവാദിത്വവും എന്താണെന്ന പൂർണ്ണ ബോധവും അദ്ദേഹത്തിനുണ്ട്. ഒരുപാട് സിനിമാ നടീനടന്മാർ കണ്ടുപിടിക്കേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ് അത്. എതിരെ നിൽക്കുന്നവന്റെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അദ്ദേഹത്തിന് ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു ടെൻഷൻ ആയിരിക്കണം. അത് എനിക്ക് ഹാർട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊമെന്റോ കൊടുക്കാൻ എന്നെ വിളിച്ചു. ഞാൻ ആ മൊമെന്റോ കൊടുത്തു. പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധായകൻ. ജയരാജ് സാർ സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ജയരാജ് സാറിന്റെ കയ്യിൽ നിന്നാണ് അത് മേടിക്കാൻ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ബാക്കിലേക്ക് നിന്നത്. അല്ലാതെ എനിക്ക് അതിന്റെ ഒരു രീതിയിലുള്ള വിഷമം ഉണ്ടായില്ല.